ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഇതൊരു പഴയ വീടാണ്. അതിൻ്റെ മുകളിലിരിക്കുന്ന വാട്ടർ ടാങ്കാണ്. ഈ വാട്ടർ ടാങ്ക് മാറ്റി അവിടെ കൺസ്ട്രക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്, മുകളിൽ അപ്സ്റ്റെയർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വാട്ടർ ടാങ്ക് മാറ്റി നമുക്ക് അപ്പുറത്ത് തൽക്കാലത്തേക്ക് ഒരു വാട്ടർ ടാങ്ക് കൊടുക്കുന്ന രീതിയിൽ, സപ്ലൈ താഴെ കിട്ടുന്ന രീതിയിൽ, താഴത്തെ ഫ്ലോറിൽ കിട്ടുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ കണക്ഷൻ കൊടുക്കുന്നതിനുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് സ്റ്റാൻഡ് വെക്കാൻ വേറെ സ്റ്റാൻഡിൽ വെക്കേണ്ടി വരും. കാരണം വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഇവിടെ മൊത്തമായിട്ട് വീടിൻ്റെ മൊത്തം മുകളിലായിട്ട് കൺസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് അത് ടാങ്ക് കംപ്ലീറ്റ് മാറ്റി ഇപ്പുറത്തേക്ക് മാറ്റണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഏരിയയിൽ മൊത്തം ഫസ്റ്റ് ഫ്ലോർ വരുന്നത് കൊണ്ട് ഈ ടാങ്ക് വെക്കാനുള്ള ഓപ്ഷൻ ഇല്ല. എന്നാൽ താഴെ നമ്മൾ താമസം ഉള്ളതുകൊണ്ട് താഴത്ത് നമുക്ക് വെള്ളം കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ ഈ ടാങ്ക് മൊത്തം 1000 ലിറ്ററിൻ്റെ ടാങ്കാണ്. ആദ്യമേ തന്നെ അതിൻ്റെ ഔട്ട് പോകുന്നതും അത് ഇന്ന് പോകുന്നതും കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം ടാങ്കിലേക്ക് നമ്മൾ ഈ ടാങ്ക് മാറ്റിയതിന് ശേഷം 1.25 ഇഞ്ച് പൈപ്പാണ് ഇതിൽ നിന്ന് ഔട്ട് പോയിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ കൊടുത്തത്. നമുക്ക് പുതിയ കണക്ഷൻ കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് അത് മാറ്റി 2 ഇഞ്ച് ആക്കുകയാണെങ്കിൽ ഹൈ പ്രഷർ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വാൽവ് കൊടുത്തു. ബോൾ വാൽവ് 1.25 ഇഞ്ചിൻ്റെ ഔട്ട് പോകുന്നത്, 1 ഇഞ്ചിൻ്റെ ഇന്ന് പോകുന്നതും കൊടുത്തു. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് നനയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അത് കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് മുകളിലേക്ക് നടക്കുന്നതിന് വേണ്ടിയിട്ട് സെയിം മോട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് വാൽവ് 2 കൂടി സെപ്പറേറ്റ് കൊടുത്ത്. അപ്പോൾ അതിൻ്റെ തന്നെ കണക്ഷൻസ് നമ്മൾ ഒരുപാട് കട്ട് ചെയ്ത് കളയാതെ തന്നെ അതിൽ നിന്ന് ആ ഒരു 45 ഉണ്ട്, ആ 45 നമുക്ക് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് കപ്ലിംഗ് ഇട്ടതിന് ശേഷം നേരെ നമ്മൾ ടീയിലേക്ക് കൊടുത്തു. നേരെ സ്റ്റാൻഡ് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത് കോൺക്രീറ്റിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. 4 കാലുകളും കോൺക്രീറ്റിൽ ഉറപ്പിച്ചതിന് ശേഷം ടാങ്ക് അങ്ങനെ തന്നെ ഈ പറയുന്ന സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് വെച്ചു. അതിനുശേഷം നേരെ ഒരു ടീ ഇട്ട് അതിൻ്റേതായ ഫിറ്റിങ്സ്, ആദ്യം വരുന്ന ഫിറ്റിങ്സുകൾ തന്നെ നഷ്ടപ്പെടാത്ത രീതിയിൽ കറക്റ്റ് ചെയ്ത് കപ്ലിംഗ് കാര്യങ്ങളിട്ട് അത് തന്നെയാണ് താഴെയും കൊടുത്തിരിക്കുന്നത്, ഈ പറയുന്ന ഇതിനും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓവർഫ്ലോ നമ്മൾ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മുകളിൽ വരിക്കുന്ന എയറിൻ്റെ സിസ്റ്റം കാര്യങ്ങൾ. പിന്നെ നേരെ നമ്മൾ 1 ഇഞ്ച് പൈപ്പ് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ടാങ്കിലേക്ക് കയറുന്നത് നേരെ കൊടുത്തു. അതിനുശേഷം മുകളിൽ നനയ്ക്കാൻ വേണ്ടിയിട്ട് ആ മുകളിൽ കയറുന്ന പൈപ്പ് കൊണ്ട്, ആ മുകളിൽ ആദ്യം ഉണ്ടായിരുന്ന പൈപ്പിൽ നിന്നും മൊത്തം കൺസ്ട്രക്ഷൻ നനയ്ക്കാൻ വേണ്ടിയിട്ട് അതൊരു ഹോസ് ഹോൾഡർ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പറയുന്ന ഹോസ് ഹോൾഡർ കൊടുത്ത് പച്ച പൈപ്പ്, അതായത് 1 ഇഞ്ചിൻ്റെ തന്നെ വരുന്ന ഗ്രീൻ പൈപ്പ് കണക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അത് വേറെ ഒന്നിനുമല്ല, നമുക്ക് വീട് മൊത്തം നനയ്ക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ സെയിം മോട്ടർ തന്നെ ആയതുകൊണ്ട് ആ പൈപ്പ് കളഞ്ഞിട്ടില്ല. അത് തന്നെയാണ് നേരെ 2ാമത്തെ ഫ്ലോറിന് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനി വരുന്ന സെക്ഷനിൽ നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ നമുക്ക് ആ മുകളിലേക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത്, ഫസ്റ്റ് ഫ്ലോർ എടുക്കുന്ന സമയത്ത് ഇതേ സെയിം പൈപ്പ് ലൈൻ തന്നെ കൊണ്ടുപോകണം. എന്നാൽ മുകളിൽ നിന്ന് 2 ഇഞ്ചാണ് നമ്മൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് നേരെ 2 ഇഞ്ച് വന്നതിന് ശേഷം ഈ പൈപ്പിലേക്ക് കണക്ട് ചെയ്യും. അതല്ലെങ്കിൽ ഈ പൈപ്പുകളെല്ലാം മാറ്റിയതിന് ശേഷം പുതിയ പൈപ്പുകൾ ഇട്ട് ക്ലിയർ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഫോഴ്സ് നല്ല രീതിയിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ ഏറ്റവും മുകളിൽ വയ്ക്കുന്ന ടാങ്കിൽ നിന്നും, അതായത് 2ാമത്തെ നിലയിൽ വയ്ക്കുന്ന ടാങ്കിൽ നിന്ന് 2 ഇഞ്ച് പൈപ്പിനെ കൊടുക്കുകയാണെങ്കിൽ ഹൈ പ്രഷർ നമുക്ക് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒരു വീട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടാങ്ക് കാര്യങ്ങൾ എങ്ങനെ മാറ്റി വയ്ക്കാമെന്നും അതെങ്ങനെ അതിൻ്റെ ഫിറ്റിങ്സുകളൊക്കെ നഷ്ടപ്പെടാതെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of